അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മലാഖി പ്രവചനം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപം ആയിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. മലാഖി പ്രവചനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ. 73-ാം സങ്കീർത്തനത്തിൽ 13-ാം വാക്യം ഇപ്രകാരമാണ് തുടങ്ങുന്നത്: എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഇത് ആസാഫിൻ്റെ വാക്കുകളാണ്. ഇപ്രകാരം താൻ പറയുവാൻ കാരണം 73-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അതായത് പാപത്തിൽ രസിച്ച് ജീവിക്കുന്നവരുടെ സാമ്പത്തിക വളർച്ച കണ്ടപ്പോൾ ആണ് ആസാഫിന് അസൂയ തോന്നിയത്. മലാഖി പ്രവചനത്തിൽ യഹോവ ഭക്തന്മാർ തമ്മിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ. മലാഖി പ്രവചനം 3-ാം അധ്യായം 14-ാം വാക്യമാണ് നാം കേട്ടത്. ആസാഫിനെ പോലെയും മലാഖി പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ സംസാരിക്കുന്ന യഹോവ ഭക്തന്മാരെ പോലെയും ഉള്ള സകല വിശുദ്ധന്മാരോടും, അതായത് പാപത്തെ ഉപേക്ഷിച്ച് ദ്രവ്യാഗ്രഹം ഒഴിഞ്ഞ് യേശുവിന് വേണ്ടി ചിലവിടുകയും ചിലവായി പോവുകയും ചെയ്യുന്ന സകല ദൈവമക്കളോടും കർത്താവിന് പറയുവാനുള്ള ഒരു മെസ്സേജ് ആണ് നാം ആദ്യം കേട്ട മലാഖി പ്രവചനം 3-ാം അധ്യായം 17-18 വാക്യങ്ങളിലെ വിലയേറിയ വാഗ്ദത്തം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. തന്നെയുമല്ല, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. പാപത്തെ ഉപേക്ഷിച്ച് ദൈവവചനമാകുന്ന ബൈബിൾ വായിക്കുകയും അത് അനുസരിക്കുകയും ചെയ്ത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും സ്വാർത്ഥതയില്ലാതെ ദൈവനാമ മഹത്വത്തിനായി ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ ദൈവത്തിന് നിക്ഷേപമായിരിക്കും എന്ന് സാരം. ദൈവം ഉണ്ടാക്കുവാനിരിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന അറിവ് നമ്മെ എപ്പോഴും ഭരിക്കണം. അനേകരുടെ നിന്ദയും അപമാനവും ഭീഷണിയും കേട്ടുകൊണ്ടായിരുന്നു യഹൂദനായ മൊർദെഖായി ശൂശൻ രാജധാനിയിൽ ജോലി ചെയ്തിരുന്നത്. എത്രയെല്ലാം പ്രലോഭനങ്ങളും ഭീഷണികളും ഉണ്ടായിരുന്നെങ്കിലും ന്യായപ്രമാണത്തിലൊന്നും വ്യതിചലിക്കുവാൻ അവൻ തയ്യാറായില്ല. ദൈവത്തിൻ്റെ സമയമായപ്പോൾ രാജാവിൻ്റെ രണ്ടാമനായ ഹാമാനെ കൊണ്ട് തന്നെ മൊർദെഖായിയെ മാനിച്ചവനാണ് യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുന്ന പ്രിയ ദൈവമകളെ ആസാഫിനെയും മലാഖി പ്രവചനത്തിലെ യഹോവ ഭക്തന്മാരെയും നാം മാതൃകയാക്കാതെ യേശുവിനെ തന്നെ മാതൃകയാക്കണം. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യമാണ് നാം കേട്ടത്. പശുത്തൊട്ടി മുതൽ കാൽവരി ക്രൂശ് വരെയുള്ള യേശുവിൻ്റെ ജീവിതത്തിൽ അനേകം നിന്ദയും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും ആക്ഷേപങ്ങളും ഹൃദയവേദനയും എല്ലാം സഹിച്ചു. എല്ലാം മനുഷ്യരായ നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനുള്ള ദൗത്യത്തിൻ്റെ ഇടയിലായിരുന്നു എന്ന് നാം ഓർക്കണം. എല്ലാ നിന്ദയും കഷ്ടതയും അവൻ സഹിച്ചത് നിത്യനരകത്തിൽ നാം നിലവിളിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. യേശു നമുക്ക് ദാനമായി തന്ന ആത്മാവിൻ്റെ രക്ഷ വലിയതായിരിക്കുന്നതിന് കാരണം യേശു അതിന് കൊടുത്ത വില വലിയതായതുമൂലമാണ്. യേശു മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. യേശു മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി വലിയ വില കൊടുത്തതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, നരകത്തിലെ യാതന, നരകത്തിലെ കഷ്ടത അത്ര ഭീകരമായിരിക്കുന്നതിനാൽ ആണ്. ദൈവത്തിന് വേണ്ടി അവൻ്റെ വചനം അനുസരിക്കുന്നതിൻ്റെ ഭാഗമായി എത്ര സന്തോഷം തരുന്ന പാപപ്രവൃത്തിയാണെങ്കിലും
നാം അതിനെ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജഡത്തിന്, നമ്മുടെ ശരീരത്തിന് അത് സന്തോഷകരമല്ല. ശരീരത്തിൻ്റെ സന്തോഷമല്ലാത്ത അനുഭവം നമ്മിൽ നിരാശയായിട്ടോ ക്ഷീണമായിട്ടോ മനമടുപ്പായിട്ടോ അനുഭവപ്പെടുമ്പോൾ, നാം ക്ഷീണിച്ചു പോകുമ്പോൾ ആസാഫിനെ പോലെ യഹോവയുടെ സന്നിധിയിലേക്ക് ചെന്ന് അഭയം പ്രാപിക്കണം. നിശ്ചയമായും ദൈവസന്നിധി നമ്മുടെ സംശയ നിവാരണം വരുത്തുന്ന സ്ഥലമാണ്. നമ്മുടെ ക്ഷീണവും മനമടുപ്പും മാറ്റുന്ന സ്ഥലമാണ് ദൈവപാദപീഠം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം പാപത്തോട് പോരാടി ജയിക്കണമെന്നതാണ്. അതിന് നാം ദൈവവചനമാകുന്ന ബൈബിൾ വായിക്കുകയും അതിലനുസരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധർ ആകണം എന്ന ദൈവകൽപ്പന നാം ഓർക്കുകയും വിശുദ്ധ ജീവിതത്തിനു വേണ്ടി ഒരു ദാഹം നമുക്കുണ്ടാവുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ കഴിയൂ. അപ്രകാരം കർത്താവിൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുമെന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പാപത്തിൽ രസിക്കുന്നവർക്ക് താൽക്കാലിക വളർച്ചയും ഉയർച്ചയും ഉണ്ടെങ്കിലും അവരുടെ വളർച്ചയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് അവർ വളരുന്നത് സ്വദേശികമായ പച്ചവൃക്ഷം പോലെ എന്നാണ്. എന്നാൽ ദൈവവചനം അനുസരിച്ച് ദൈവത്തെ മാനിക്കുന്ന വ്യക്തികൾ വളരുന്നത് പന പോലെയാണ്. 1 മീറ്റർ ഭൂപരപ്പിൽ നിന്നും പന വളരുമ്പോഴേക്കും അതിൻ്റെ വേരുകൾ അനേകം മീറ്റർ ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങിയിരിക്കും. അതിന് കാറ്റ് പിടിക്കുകയില്ല. ധാരാളം വെള്ളം അതിന് ലഭിക്കുവാൻ തക്കവണ്ണം ഭൂമിയുടെ അടിയിലേക്ക് അതിൻ്റെ വേര് ഇറങ്ങിച്ചെല്ലുന്നു. എന്നാൽ സ്വദേശികമായ പച്ചവൃക്ഷം കാറ്റു പിടിച്ച് കടപുഴുകി വീഴുന്നു. പാപം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് ഉണ്ടാക്കുവാനുള്ള ദിവസത്തിന് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം എന്നാണ് മലാക്കി പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാപം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് ബൈബിൾ കൊടുക്കുന്ന ഓമന പേര് അഹങ്കാരികൾ എന്നാണ്. സകല അഹങ്കാരികളും താളടിയായി തീരുകയും സകല ദുഷ്പ്രവൃത്തിക്കാരും ഗന്ധകം കത്തുന്ന തീച്ചൂളയിലേക്ക് വീഴേണ്ടി വരികയും ചെയ്യും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ വിശ്വസ്തയോടെ തന്നെ മുന്നേറിക്കൊള്ളുക. സകല നഷ്ടവും ദൈവം ലാഭമാക്കി തരുന്നൊരു ദിവസം വരുന്നുണ്ട്. നമ്മുടെ വിശ്വസ്തതയും വിശുദ്ധിയും ഭൂമിയിൽ ആരും പരിഗണിച്ചില്ലെങ്കിലും നമ്മുടെ നീതിയെ പ്രഭാതം പോലെയും ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കുന്ന, നീതിയോടെ വിധിക്കുന്ന നല്ല ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ കാഴ്ചപ്രകാരം വിധിക്കുകയില്ല, നീതിയുള്ള വിധിക്കുന്നവനാണവൻ. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. ഏതെങ്കിലും പ്രിയപ്പെട്ടവർ കർത്താവെ അങ്ങിലേക്ക് അടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്ക ഹൃദയം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് നൽകി കൊടുത്ത് സഹായിക്കുകയാണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കുകയാണമേ. പാപത്തെ വെറുക്കുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.